ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വാർദ്ധക്യ, വിധവ, ഭിന്നശേഷി, അവിവാഹിത, കർഷക തൊഴിലാളി, സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്നവർ വീഡിയോ അവസാനം വരെ കാണുക. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസുകളാണ് ഷെയർ ചെയ്യുന്നത്. നിലവിൽ മാസം 1600 രൂപ വീതം നൽകുന്ന ക്ഷേമ പെൻഷൻ ആനുകൂല്യം സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം പേർക്ക് തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് നിർബന്ധമാക്കിയ 2024 വാർഷിക മസ്റ്ററിംഗ് ഇന്ന് മുതൽ അക്ഷയ കേന്ദ്രങ്ങളിൽ വീണ്ടും സജീവമായിരിക്കുകയാണ്. ജൂൺ 25 മുതൽ ഓഗസ്റ്റ് 24 വരെയുള്ള 2 മാസത്തെ സമയം അനുവദിച്ചിട്ടുണ്ടെങ്കിലും തുടക്കം മുതൽ മസ്റ്ററിംഗിന് സാങ്കേതികമായ നിരവധി പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു. സെർവറിന്റെ വേഗത കുറവും നെറ്റ്വർക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്തതിനാൽ മസ്റ്ററിംഗിന് എത്തുന്നവർ മണിക്കൂറുകൾ കാത്തിരിക്കുകയോ മടങ്ങിപ്പോവുകയോ ചെയ്യേണ്ടി വന്നിരുന്നു. മസ്റ്ററിംഗ് ചെയ്തില്ലെങ്കിൽ പെൻഷൻ മുടങ്ങുമെന്നതുകൊണ്ട് തുടക്കം മുതൽ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒടുവിൽ 2 ദിവസം മസ്റ്ററിംഗ് നിർത്തിവെച്ച് സെർവറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ചിരിക്കുകയാണ് സർക്കാർ. തിങ്കളാഴ്ച മുതൽ അക്ഷയ കേന്ദ്രങ്ങളിൽ വീണ്ടും സമ്പൂർണമായ മസ്റ്ററിംഗ് നടപടികൾ ആരംഭിക്കുകയാണ്. മസ്റ്ററിംഗിന് 30 രൂപയാണ് ഫീസ്. സാമൂഹിക സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവർക്കും ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്നവർക്കുമുള്ള മസ്റ്ററിംഗിനാണ് 30 രൂപ വീതം നൽകേണ്ടത്. ഇനി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ആർക്കെങ്കിലും ക്ഷേമനിധി ആനുകൂല്യവും ലഭിക്കുന്നുണ്ടെങ്കിൽ 2 മസ്റ്ററിംഗും ചെയ്യണം. 60 രൂപയും നൽകണം. ഇനി കിടപ്പ് രോഗികളോ വയ്യായികയുള്ളവരോ ഉണ്ടെങ്കിൽ അവരുടെ വിവരം തദ്ദേശ സ്ഥാപന ഓഫീസിലോ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലോ അറിയിച്ചാൽ ആ ഏരിയയിലുള്ളവർക്ക് വേണ്ടി ഒരു ദിവസം അക്ഷയ പ്രതിനിധി വീട്ടിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതാണ്. അതിന് 50 രൂപ ഫീസ് നൽകണം. കഴിഞ്ഞ വർഷം മസ്റ്ററിംഗ് ചെയ്തവരെല്ലാം ഈ വർഷത്തെ മസ്റ്ററിംഗും ചെയ്യണം. 2023 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിച്ച് ലഭിക്കുന്നവരെല്ലാം തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ്. അതുപോലെ 2023 പൊതു മസ്റ്ററിംഗ് ചെയ്യാതെ പിന്നീടുള്ള മാസങ്ങളിൽ 1 മുതൽ 20 വരെയുള്ള തീയതികളിൽ പെൻഷൻ മസ്റ്ററിംഗിന് അനുവദിച്ചപ്പോൾ മസ്റ്ററിംഗ് നടത്തിയവരും ഇപ്പോഴത്തെ മസ്റ്ററിംഗ് നടത്തേണ്ടതാണ്. ഇനി ചിലർക്ക് അക്ഷയ കേന്ദ്രങ്ങളിലെ ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുന്നുണ്ട്. അതായത് ചിലർ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി കൈവിരൽ ബയോമെട്രിക് മെഷീനിൽ അമർത്തുമ്പോൾ അവരുടെ കൈരേഖകൾ നേരത്തെ ആധാറിനായി എടുത്തതുമായി ചേരാതെ വരാറുണ്ട്. അപ്പോൾ പിന്നെ കണ്ണിലെ കൃഷ്ണമണി സ്കാൻ ചെയ്യാറുണ്ട്. എന്നാൽ ഇത് രണ്ടും ചിലർക്ക് പരാജയപ്പെടാറുണ്ട്. ഇതുവരെ 18 ലക്ഷത്തിലധികം പേർ മസ്റ്ററിംഗ് ചെയ്തപ്പോൾ 14,000-ഓളം പേർക്കാണ് ഇത്തരത്തിൽ മസ്റ്ററിംഗ് പരാജയപ്പെട്ടത്. ഇങ്ങനെ മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും നിങ്ങളുടെ മസ്റ്ററിംഗ് ഫെയിൽഡ് എന്ന സ്ലിപ്പും ഒരു ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ ഒരു ലൈഫ് സർട്ടിഫിക്കറ്റും ചേർത്ത് നിങ്ങളുടെ പെൻഷൻ അനുവദിച്ച പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നൽകിയാൽ നിങ്ങളുടെ മസ്റ്ററിംഗ് പൂർത്തിയാകുന്നതാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പെൻഷൻ തടസ്സമില്ലാതെ തുടർന്നും ലഭിക്കുന്നതാണ്. ആധാർ കാർഡാണ് മസ്റ്ററിംഗിന് നിർബന്ധമായും വേണ്ടത്. പെൻഷൻ ID കാർഡ് അല്ലെങ്കിൽ പെൻഷൻ പാസ്ബുക്ക് കയ്യിലുണ്ടെങ്കിൽ നല്ലതാണ്. ഇന്നു മുതൽ പെൻഷൻ മസ്റ്ററിംഗിന് പോകുന്നതിന് മുമ്പായി അക്ഷയ കേന്ദ്രങ്ങളിൽ ഫോൺ വിളിച്ച് അന്വേഷിച്ച ശേഷം മാത്രം പോവുക. മസ്റ്ററിംഗ് ചെയ്യുവാൻ സാധിക്കുമോ, സെർവർ തകരാർ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ വിളിച്ചു അന്വേഷിച്ച ശേഷം മാത്രം പോയാൽ ബുദ്ധിമുട്ടില്ലാതെ മസ്റ്റർ ചെയ്ത് വരാൻ കഴിയും. ചില സംഘടനകളും പാർട്ടികളും പലയിടത്തും ഇപ്പോൾ മസ്റ്ററിംഗ് ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. അവിടങ്ങളിൽ എത്തിയും മസ്റ്ററിംഗ് നിങ്ങൾക്ക് പൂർത്തിയാക്കാവുന്നതാണ്. മസ്റ്ററിംഗ് ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് 2024 ഓഗസ്റ്റ് മാസം വരെ പെൻഷൻ മുടങ്ങാതെ തന്നെ ലഭിക്കുന്നതായിരിക്കും. പക്ഷേ ഓഗസ്റ്റിന് ശേഷമുള്ള പെൻഷൻ ലഭിക്കണമെന്നില്ല. 2024 ഓഗസ്റ്റ് 24 വരെയുള്ള സമയത്തിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നവർക്ക് മാത്രമായിരിക്കും തുടർന്നുള്ള പെൻഷൻ ലഭിക്കുക. ജൂലൈ മാസത്തിലും ക്ഷേമ പെൻഷൻ തുക സർക്കാർ വിതരണം ചെയ്യുന്നുണ്ട്. ഈ മാസം 20 മുതൽ 30 വരെയുള്ള തീയതിക്കുള്ളിൽ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.